മാക്സിമം തുണികളും സാധനങ്ങളും അവിടെ ഇവിടെ ഇട്ട് വൃത്തികേടാക്കിയേക്കണം. ഒരു പബ്ലിക് ടോയ്ലറ്റ് എങ്ങനെയാണോ അതൊക്കെ മേലെ നിൽക്കണ വീട്. എന്തിനാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണം? ഇയാൾക്ക് പ്രാന്താണോ? അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും. ഇല്ല ഏട്ടാ, ഇത്രയും സുന്ദരമായ വീട് വൃത്തികേടാക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. സോറി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ തന്നെ ഇതെല്ലാം ക്ലീൻ ആക്കിയിടണ്ടേ? ഞങ്ങളില്ല വൃത്തികേടാക്കാൻ. നീ എന്താ പറഞ്ഞ സുന്ദരമായ വീടെന്നല്ലേ? അതെ, എനിക്കിത് ബംഗ്ലാവാണ്. ഇതേപോലത്തെ ഒരു വീട്ടിൽ താമസിക്കണമെങ്കിൽ ഞാൻ പുണ്യം ചെയ്യണം. പുണ്യം. പുണ്യം. നീ എത്രയാണ് എനിക്ക് വാടക ഇട്ട് തന്നത്? 1500. നീ എത്ര ഇട്ട് തന്നത്? 1500. ഇത് രണ്ടും എന്റെ വാടകയും കൂടി കൂട്ടി ഞാൻ ഓണർ എത്ര രൂപ ഇട്ട് കൊടുക്കുന്നറിയോ? ഇല്ല. നിങ്ങൾ എനിക്ക് അയച്ചു തന്നെ 3000 രൂപ മാത്രം. അത്രക്ക് ചീപ്പാണ് ഈ ബംഗ്ലാവ്. ഈ വീട്ടിൽ മൊത്തം 5 റൂമുണ്ട്. 5 റൂമും അറ്റാച്ച്ഡ്. താഴത്തെ 3 റൂം AC. സിറ്റിയുടെ ഒത്ത നടുക്കുള്ള വീട്. 2 ഫേസ് കണക്ഷൻ, ഹീറ്റർ, ചുറ്റുപാടിനും അയൽക്കാർ ആരുമില്ല. അങ്ങനെയുള്ള അടിപൊളി വീടാണിത്. ചേട്ടാ, ഇതൊക്കെ ഒരു ഭാഗ്യല്ലേ? ഇങ്ങനൊരു വീട് മാഷിട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല. ഇങ്ങനത്തെ ഒരു വീടാണ് ഏട്ടാ ചേട്ടൻ വൃത്തികേടാക്കാൻ പറഞ്ഞത്. ദൈവം പോലും പൊറുക്കൂല. എന്നാ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സന്തോഷം വന്നൊരു കാര്യം പറയട്ടെ. എന്താ? ഈ വീട് മേടിക്കാൻ ഇന്നൊരാൾ വരും. ഇഷ്ടപ്പെട്ടതിന്റെ അപ്പം തന്നെ ടോക്കൺ കൊണ്ട് കൊടുക്കുന്ന അവർ വീട് മേടിക്കും. നമ്മളെടുത്ത് പറഞ്ഞു വാടാ. ഇപ്പൊ പിള്ളേർക്ക് കാര്യം പിടികിട്ടി. വേഗമാണോ മക്കളെ? എവിടെയും വൃത്തിയിടാക്കണ്ട. ഈ വീട് എവിടെയൊക്കെ വൃത്തിയായിട്ട് തോന്നുന്നുണ്ടോ അവിടെയൊക്കെ എല്ലാം ഇതിട്ട് വൃത്തിയിടാക്കണം. എന്നാലേ ഞാൻ വടക്ക് ഭാഗത്ത് വൃത്തിയിടാക്കാം. ഞാൻ തെക്ക് ഭാഗത്ത് വൃത്തിയിടാക്കാം. ഞാൻ കിഴക്ക് ഭാഗം വൃത്തിയിടാക്കാം. കിഴക്ക് എവിടെയാണ്? അഞ്ച് മിനിറ്റ് കഴിച്ച് നമ്മൾ ബെല്ലടിച്ചിട്ട് അകത്താരും ഇല്ലേ? ഞാനേ കഥകിലും മുട്ടി നോക്കാം, ചിലപ്പോ കറണ്ട് ഉണ്ടാവൂല. തുറക്കും. ആ ബ്രോക്കറേജിയാ? ഇതാരാ? ഞാനേ ഈ വീട് വാങ്ങിക്കാൻ വന്ന. സോറി മേഡം, ഈ വീട് വാങ്ങിക്കാൻ വന്ന. ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ മോനെ കറണ്ട് ഇല്ലേ? കോളിംഗ് ബെൽ അടിച്ചിട്ട് ആരും വന്നില്ല. അതെ, ഇവിടുത്തെ കോളിംഗ് ബെല്ലിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. എത്ര പുതിയ മേടിച്ചിട്ടും കാര്യമില്ല, വർക്കാണല്ല. എന്തോ ഷോർട്ട് സർക്യൂട്ട് ആണെന്നാ തോന്നണേ. 10-40 വർഷം പഴക്കമുള്ള വീടല്ലേ? 10-40 വർഷോ? 35 വർഷം എന്നാണല്ലോ ഓണർ പറഞ്ഞത്. 35 ഉള്ളു. അങ്ങേരെ നിങ്ങളുടെ 5 വർഷം കുറച്ച് പറഞ്ഞേക്കണേ. നിങ്ങള് അകത്തേക്ക് വാ. എന്ത് പറയാനാണെന്ന്, മൊത്ത എലി ശല്യാണെന്ന്. പഴയ വീടല്ലേ, ഈ എലിയെ ചെറിയ ചെറിയ തുളയൊക്കെ ഇട്ടിട്ട് അകത്തേറി നമ്മുടെ ഈ ഉടുപ്പെല്ലാം കരന്നീനാണ്. എന്ത് പറയാനാ? എന്താണത്? പാമ്പാണല്ലെങ്കിൽ എലിയാണാ? അണലി. അണലിയാ? അങ്ങനെയാണെങ്കിലേ ഇന്നലെ നമ്മൾ കാട്ടിക്കൊണ്ടേ കളഞ്ഞ അണലിയില്ലേ, അതിന്റെ കുഞ്ഞായിരിക്കും. പാവം, അതിന്റെ അമ്മയിപ്പേനെ കാണാണ്ട് വിഷമിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. ക്ലീനിങ്ങാ? ഈ വീട് റെന്റിന് എടുത്ത് അപ്പത്തൊട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്തോണ്ടിരിക്കണേ, അറിയോ? അടാ, ഇത് മറ്റേ ഓണറിന്റെ. ഇതാണ് ഹൗസ് ഓണർ. അതെ, ഇത് വീടാണ് കാടാണ്. രാത്രി ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടെ കൊടുക്കത്ത ഒച്ചപ്പാടും ബഹളമാണ്. അത് മാത്രമല്ല ഈ രാവിലെ ആയിട്ട് ഓടിക്കത്ത മൂത്. പിന്നെ ഈ മഴ പെയ്തിട്ടെങ്കിൽ പുറത്തെന്തെങ്കിലും വെള്ളം അകത്താണ്. പിന്നെ ഈ പാറ്റ പഴുതാര പല്ലി പാമ്പ് ഇവിടെയൊക്കെ ഞങ്ങളെ കണ്ടാണ്ട് ഞങ്ങളിട്ട് ഇണങ്ങി. ഇപ്പൊ അവർക്കും ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥയാണ്, അറിയോ? അത് മാത്രമല്ല കുറെ പൈസ അങ്ങോട്ട് എണ്ണി തന്നിട്ടില്ല ഞങ്ങൾ ഇവിടെ ജീവിക്കണത്. അതെ, ഹൗസ് ഓണർ പറഞ്ഞിട്ട് വീട് കാണാമെന്ന് ആൾക്കാരെ. അശ്ശോ, സോറി, മിസ്അണ്ടർസ്റ്റാൻഡ്. ഞാനേ പല്ലികൾക്ക് ബാക്കി ചോറ് കൊടുത്തിട്ട് വരാം. ഇവനിങ്ങനെ വല്ലാത്ത ശല്യമായല്ലോ. അതെ ചേച്ചി, ഞാനൊന്ന് അച്ഛനോട് സംസാരിച്ചിട്ട് വരാം. അതാണ്, അച്ഛനടുത്തൊന്ന് സംസാരിച്ചിട്ടേ ഉചിതമായ ഒരു തീരുമാനത്തിലെത്ത്. പിന്നെ ഈ വീടിന്റെ 40 വർഷത്തെ പഴക്കം പറയാൻ മറക്കണ്ട. എന്റെ പൊന്നു മോനെ, കുറച്ച് ചില്ലറ അറിയണ കേസാണ്, നശിപ്പിക്കരുത്. അതിന് ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ലല്ലോ, സത്യങ്ങളല്ലേ പറഞ്ഞത്. എന്റെ പൊന്നു ചേച്ചി,
എന്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും സത്യങ്ങൾ പറയുവാണെങ്കിൽ ഏതൊരു ബിസിനസ്സും സക്സസ് ആവും, ഏതൊരു കച്ചവടവും നടക്കും. മനസ്സിലായ? അച്ഛൻ ഓക്കെ പറഞ്ഞു, വീട് മേടിക്കാന്ന് അച്ഛൻ പറയുന്നു. നല്ല തീരുമാനം മോളെ. മോൻ പറഞ്ഞത് ശരിയാ. സത്യങ്ങൾ പറയുവാണെങ്കിൽ കച്ചവടം നടക്കും. അല്ല മറ്റേ അച്ഛൻ്റെ അടുത്ത് 40 വർഷത്തിന്റെ പഴക്കം പറഞ്ഞായിരുന്നു. പഴക്കം കൂടുന്തോറും പ്രൗഢി കൂടുമെന്ന് അച്ഛൻ പറയുന്നത്. അതല്ല മറ്റേ പാമ്പിനെ കിട്ടിയ കാര്യം പറയാൻ പറ്റാ. അതിപ്പോ വാവ സുരേഷിനെ വല്ലതും വിളിക്കാന്നാ അച്ഛൻ പറയുന്നത്. പിന്നെ ഭയങ്കര അഴുക്കാണ്, ഇതൊക്കെ വൃത്തിയാക്കാൻ ഭയങ്കര സമയം എടുക്കും. അത് പറയാൻ പറ്റാറുണ്ട്. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? ഏതെങ്കിലും ക്ലീനിങ് ടീമിനെ വിളിച്ചു കഴിഞ്ഞാൽ അവര് സെറ്റാക്കി തരില്ലേ? ഇപ്പൊ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഓ ആഡായിരിക്കും. ആഡൊന്നും ഈ പാർട്ടിലില്ല. അത് വേണമെങ്കിൽ അടുത്ത പാർട്ടിയിൽ നോക്കാം. അല്ല, നിങ്ങൾ എപ്പോ ഇറങ്ങും? അതാണ് എനിക്ക് അറിയേണ്ടത്. അതെ, അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിയാൻ പറ്റില്ല. ഒരു കൊല്ലത്തേക്ക് എഗ്രിമെന്റ് എഴുതിപ്പിച്ചിട്ടുണ്ട്. ആ എഗ്രിമെന്റ് പേപ്പർ ഒന്ന് കാണിച്ചു തന്നെ. എഗ്രിമെന്റിന്റെ കോപ്പിയെ ഓണറിന്റെ കയ്യിൽ ഭദ്രമായി ഞങ്ങൾ സൂക്ഷിച്ചു വെപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കോപ്പിയൊന്നും ഇല്ല. ഞങ്ങൾ എന്തിനാ കോപ്പി വെക്കണത്? അപ്പൊ ഓണർക്ക് അത് കത്തിച്ചു കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തോ എഗ്രിമെന്റ് കേൾക്കാൻ പ്രശ്നമില്ലെന്നാ. കോടതി കയറ്റും കോടതി. ഇവനെ ലോയാണ് ലോ. അതെ, കോട്ട് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തേക്ക. എടാ മണ്ടന്മാരെ, എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഒരു കോപ്പി എങ്കിലും കയ്യിൽ വെക്കണം. ഇതിപ്പോ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തതിന് എന്തെങ്കിലും തെളിവുണ്ടോ? പുള്ളി അത് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു എഗ്രിമെന്റിന്റെ കോപ്പി പോലും കയ്യിൽ വെക്കാത്ത മണ്ടന്മാര്. വെടിക്ക് 2 വശി. മക്കളെ, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും വിഷമിക്കണ്ടെന്നേ. ചേച്ചി ശരിയാക്കാം. എന്റെ കയ്യിലേ നല്ല മണി പോലത്തെ വീടുകളുണ്ട്. 3 ബെഡ്റൂം, മാസം 20,000 രൂപ വാടകയുള്ളൂ. 3 മാസത്തെ അഡ്വാൻസ് തന്നാ മതി, ഞാൻ ശരിയാക്കാം. ശവത്തെ കുത്തല്ല പോർക്കറേ. എന്റെ പൊന്നു മകളെ, ഞങ്ങൾക്ക് ഈ വീടല്ലാണ്ട് വേറെ ഒരു വീടും സെറ്റ് ആവില്ല. അറ്റ്ലീസ്റ്റ് ഈ കോൺട്രാക്ട് തീരണവരെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഞങ്ങൾ മാറിക്കോളാം. ഇനി താൻ ഇവിടെ കറന്ന് കരഞ്ഞ് കെഞ്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇറങ്ങി പോടും. ഒരു മിനിറ്റ്. എന്താ ചേട്ടാ, മാസ് കാണിച്ചതാണോ? ഒന്നും കാണുന്നില്ല, സ്ക്രീനേ ഓഫാ. എന്ത് ചെയ്യാനാണ് മാഡം, വക്കീലായി പോയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം എഗ്രിമെന്റ് എഴുതാൻ പോയപ്പം ആരും അറിയാതെ എടുത്തതാ. ഇടതുവശത്ത് കാണുന്നത് നിഷന്റെ ഒപ്പ്, വലത്തുവശത്ത് കാണുന്നത് ഓണറിന്റെ ഒപ്പ്. എങ്ങനാ മാഡം, മാസായില്ലേ? അതെ, അവന് വല്ലാണ്ടൊക്കെ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യണ്ട. വല്ല ആവശ്യം പോകണ്ട. അത്രയും പറഞ്ഞാലേ ചിരിക്കാം. അതെ, ഇലക്കും മുള്ളിലും കേടില്ലാത്തൊരു ഡീൽ ഞാൻ പറയാം. മേലത്തെ റൂമിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് താമസിക്കാം, താഴെ ഞങ്ങൾ താമസിക്കാം. എങ്ങനെയുണ്ട്? അതിന് എനിക്ക് വേണ്ടിയ വീട് മേടിക്കുന്നത്, അല്ലാണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ സിമ്പിൾ ആയില്ലേ? മേളിൽ 2 റൂമുണ്ട്, തനിക്ക് സിമ്പിൾ ആയിട്ട് താമസിക്കാമല്ലോ. ഹൗസ് ഓണർ വിളിക്കുന്നുണ്ട്. സ്പീക്കർ. ഹലോ, വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? വീടൊക്കെ കൊള്ളാം അങ്കിൾ. പക്ഷെ ഇവിടുത്തെ വാടകക്കാർ ഒഴിയില്ല എന്നാ പറയുന്നത്. 1 വർഷത്തെ എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ. അയ്യോ മോളെ, ഈ ഇടയ്ക്ക് എഴുതിച്ചതേ ഉള്ളൂ. പക്ഷെ മോള് പേടിക്കണ്ട, അവന്മാര് പാവം പിടിച്ച പിള്ളേരാന്നേ. എന്ത് ചെയ്യാനാ? മാറാൻ പറഞ്ഞ അങ്ങ് മാറിക്കോളും. അങ്ങനെ ഇപ്പൊ മാറാൻ സൗകര്യം ഇല്ലെങ്കിൽ അടിച്ചിടത്തിന് ചെവിക്കല് പൊട്ടിക്കും. കുറഞ്ഞ പൈസക്ക് കുറച്ച് നാൾ താമസിച്ചിട്ടെന്ന് ചോദിച്ചപ്പോ തലയൊക്കെ ഇടുന്നു. കാരണം മണ്ണന്മാരെ കോൺട്രാക്ട് സൈൻ ചെയ്തപ്പോ കോപ്പി പോലും തരാഞ്ഞത് ഇങ്ങനെ എന്തെങ്കിലും അവസരം വരുമ്പോ തള്ളി പുറത്താക്കാനാ. മനസ്സിലായോ? വർമ്മ സാറേ, നിങ്ങൾക്ക് ആള് മാറി. അത് പറയുന്നോ? വർമ്മ സാറേ, ആളൊന്നും മാറിയിട്ടൊന്നുമില്ല. നിങ്ങളെ പറ്റിക്കുവാ. ഇത് നിങ്ങളുടെ വീട് തന്നെയാ. മറ്റേ വെള്ളപ്പേൻ കുടിച്ച വീടല്ലയോ? തന്നെ നിങ്ങളുടെ വാടകക്കാര്. അങ്കിള് ഫോൺ വെച്ചോ. വീടും സ്ഥലമല്ലേ, അത് ഞാൻ മേടിച്ചോളാം. പിന്നെ ഇവന്മാരെ കാര്യം അത് ഞാൻ ഒറ്റയ്ക്ക് ഡീലാക്കിക്കോളാം. അപ്പൊ ചേട്ടന്മാരുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഇന്ന് മുതൽ ഈ വീട് എനിക്ക് സ്വന്തമാണ്. അപ്പൊ ഇനി ഇവിടെ ആര് താമസിക്കണം താമസിക്കണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ബാഗും സ്ഥാപക ജംഗമ വസ്തുക്കളോട് ഇറങ്ങിപ്പോടെ. തന്റെ പേരെന്താ? എന്തിനാ? അല്ല, ഇത്ര നേരം തന്നെ പെങ്ങളെ എന്നാണോ ഞങ്ങൾ വിളിച്ചത്? ശത്രുക്കളെ ആരും പെങ്ങളെ ഒന്നും വിളിക്കാറില്ലല്ലോ. ശ്യാമള. ഓക്കെ ശ്യാമളെ. അതെ, എഗ്രിമെന്റ് എഴുതിയിട്ട് 2 മാസേ ആയിട്ടുള്ളൂ. ഇനിയും 10 മാസം കൂടി ഉണ്ട്. അത് കഴിയാണ്ട് ഞങ്ങൾ പോവില്ല. നിയമങ്ങളെ കുറിച്ച് എന്തെങ്കിലും വശമുണ്ടോ? IPC സെക്ഷൻസ് അറിയോ? രക്ഷപ്പെട്ടു. പറഞ്ഞു കൊടുക്കാൻ അങ്ങോട്ട്. അതായത് IPC സെക്ഷൻ 102 പ്രകാരം ഓണർ എഗ്രിമെന്റ് എഴുതിയ വീട്ടിൽ നിന്നും എഗ്രിമെന്റ് തീരാതെയോ 3 മാസത്തിന് നോട്ടീസ് പീരീഡ് തരാതെയോ വാടകക്കാരെ പുറത്തിറക്കാൻ ഓണറോ മറ്റു കീടങ്ങളോ ശ്രമിച്ചാൽ വാടകക്കാരെ ചോദിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കണം. അത് തരാൻ റെഡിയാണെങ്കിൽ ഞങ്ങൾ പോയേക്കാം. മോളെ, ഇവന്മാര് കുറച്ച് കുഴപ്പക്കാരാന്നാ തോന്നുന്നേ. നമുക്ക് പോയിട്ട് 10 മാസം കഴിഞ്ഞ് വരാം.
അപ്പൊ 10 മാസം കഴിഞ്ഞ അപ്പ ഡെലിവറി ചെയ്യാം വീടിന്റെ. ഓക്കെ, ഞാൻ സമ്മതിച്ചു. ആശ്വാസം. ഇവിടെ നിൽക്കാൻ ഞാൻ റെഡിയാണ്. എന്താ മനസ്സിലായില്ല? എഗ്രിമെന്റ് തീരുന്നവരെ ഞാൻ ഇവിടെ നിൽക്കാൻ തയ്യാറാണെന്ന്. ചേച്ചി, ഞാൻ എന്റെ ബാഗ് ഒന്നും എടുത്തിട്ടില്ല. ചേച്ചി വീട്ടിൽ പോയിട്ട് ആ ബാഗ് എടുത്തിട്ട് വരണം. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. പിന്നെ ചേച്ചിയുടെ കമ്മീഷൻ അത് പറഞ്ഞതിലും ഡബിൾ ഞാൻ തന്നിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ ഇവന്മാരെ ഇവിടുന്ന് ഓടിക്കാൻ പറ്റുമോ. അത് പിന്നെ എന്റെ തൊഴിലല്ലേ, ക്ലൈന്റ് അല്ലേ എന്റെ ദൈവം. കമ്മീഷൻ എവിടെ കിട്ടോ അങ്ങോട്ട് പോയല്ലേ പറ്റൂ. എന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതാരാ? ആവോ ചേച്ചി. ഇത് നല്ലൊരു ഏർപ്പാടാണല്ലോ ചേച്ചി. ആദ്യം ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇന്ന് കമ്മീഷൻ വാങ്ങിച്ചു, പിന്നെ വേറെ ആൾക്കാരെ കൊണ്ടിട്ട് അവരുടെ നിന്ന് കമ്മീഷൻ വാങ്ങി. കൊള്ളാല്ലേ? ഈ പൈസ വീട് വരെ എത്തത്തില്ല കേട്ടോ ചേച്ചി. എന്റെ മോനെ, ഈ ഏരിയയിൽ ഒരു വീട് വേണമെന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങ് കൊണ്ടുവന്നേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ വന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും വരും. എന്തിനാ കമ്മീഷൻ പുറത്തു പോകുന്നത്? അത് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന്. ഞാൻ എന്തായാലും പോയി ആ കൊച്ചിന്റെ തുണിയും മണിയൊക്കെ ഇങ്ങ് എടുത്തോണ്ട് വരട്ടെ. ആ, ഒരു കാര്യം പറയാനുണ്ട്, വന്നേ. ഞാൻ പോയി കഴിഞ്ഞാ നിങ്ങൾ 3 പേരില്ലേ, ആ പെങ്കൊച്ച് തനിച്ചല്ലേ, എന്തേലും ചെയ്ത് കളയാന്നുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേര്. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ, 3 എണ്ണത്തിന്റെ ഇനി ചെത്തിയെടുക്കും. അതുകൊണ്ടല്ലേ ഇത്ര ധൈര്യത്തിൽ കേറി പോയേക്കുന്നേ. അപ്പൊ ശരി, ജീവനുണ്ടെങ്കിൽ വീണ്ടും കാണാം. എത്ര മനോഹരമായ വീടാണല്ലേ. ഇവിടുന്ന് അങ്ങനെ ഇറങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോ 3 വർഷമായി ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. വാടകയൊക്കെ കുറച്ചാ കൊടുക്കണത്. പക്ഷെ പൊന്നു പോലെയാണ് ഞാൻ നോക്കിയ വീട്, അറിയോ? നമുക്കേ എന്തെങ്കിലും ഉടായി പണിച്ച് അവൾ ഇവിടുന്ന് ചാടിച്ചാലേ. അത് വേണ്ട. നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിന്റെ ഉടമസ്ഥനടുത്ത് കാണിക്കുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമായിരിക്കും. നമുക്കൊരു വീട് റെന്റിന്റെ അടുത്ത് മാറാന്നു. 3000 രൂപക്ക് ഇതേപോലത്തെ ഒരു വീട് കിട്ടൂല. ഇനിയെങ്കിലും അഗ്രിമെന്റ് എഴുതുമ്പോ ഒരു കോപ്പി എടുത്ത് വയ്ക്കണം. സത്യം. ഇവന്മാര്